Here we will discuss some properties of limits of sequences. There are 9 properties. Suppose that the sequence A1, A2, etc. and B1, B2, etc. are convergent and C is a constant. Then first property is limit n tends to infinity sequence an plus bn. Limit sum property summation rule limit n tends to infinity an plus limit n tends to infinity bn. Second property is constant multiple rule. Limit n tends to infinity c into an c into limit n tends to infinity an. That's the product rule. Limit n tends to infinity an into bn equal to limit n tends to infinity an into limit n tends to infinity bn. We run the limit to exist. And the case is the property. The last property is if limit n tends to infinity bn not equal to 0 and bn not equal to 0 for all n. Limit n tends to infinity bn 0 ആവാൻ പാടില്ല, bn എന്ന സീക്വൻസും 0 ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് n tends to infinity an by bn എന്ന് പറയുന്നത് ലിമിറ്റ് n tends to infinity an divided by limit n tends to infinity bn ആയിരിക്കും. ഇനി അടുത്ത പ്രോപ്പർട്ടീസ് ഇതാണ് നോക്കാം. അടുത്ത ഫിഫ്ത്ത് പ്രോപ്പർട്ടി ഇതാണ്. If f is continuous at limit n tends to infinity an, then limit n tends to infinity f of an equal to f of limit n tends to infinity an. F എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ലിമിറ്റ് n tends to infinity an എന്ന് പറഞ്ഞ ഒരു വാല്യൂ ഉള്ള കിട്ടുക. ആ വാല്യൂവില് കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് പറയാം ലിമിറ്റ് n tends to infinity f of a എന്ന് പറയുന്നത് f of limit n tends to infinity a n ആയിരിക്കും. അടുത്ത പ്രോപ്പർട്ടി സിക്സ്ത് പ്രോപ്പർട്ടി കോൺസ്റ്റന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് n tends to infinity c എന്ന് പറയുന്നത് c തന്നെ ആയിരിക്കും. ഇനി അടുത്ത സെവൻത്ത് പ്രോപ്പർട്ടി ലിമിറ്റ് n tends to infinity 1 by n എന്ന് പറഞ്ഞ സീക്വൻസിന്റെ ലിമിറ്റ് അത് 0 ആണ്. 1 by n എന്ന് പറഞ്ഞ സീക്വൻസിന്റെ ലിമിറ്റ് 0 ആയിരിക്കും. ഇനി എയ്ത്ത് പ്രോപ്പർട്ടി ഇതാണ്. ഇഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എൽ ആണെങ്കിൽ ദെൻ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എൽ ആയിരിക്കും. നമുക്ക് ഇവിടെ ജസ്റ്റ് വേരിയബിൾ മാത്രമേ മാറിയിട്ടുള്ളൂ. എക്സിന്റെ പ്ലേസിൽ എൻ ആയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ലിമിറ്റിന് ചേഞ്ച് ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇതാണ് എയ്ത്ത് പ്രോപ്പർട്ടി. ഇനി നയൻത്ത് പ്രോപ്പർട്ടി ഇഫ് മോഡ് ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ ദെൻ ലിമിറ്റ് n tends to infinity r raised to n 0 ആയിരിക്കും. എന്നുവെച്ചാൽ മോഡ് r എന്ന് പറയുന്നത് 1നേക്കാൾ ചെറുതാണെങ്കിൽ r raised to n ന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനിയിപ്പോ മോഡ് r ഗ്രേറ്റർ ദാൻ 1 അല്ലെങ്കിൽ r എന്ന് പറയുന്നത് -1 ആണെങ്കിൽ ലിമിറ്റ് n tends to infinity r raised to n എന്ന് പറയുന്നത് എന്തായിരിക്കും? does not exist ആയിരിക്കും. അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ലിമിറ്റിന്റെ കേസിൽ പഠിക്കാനുള്ളത്. നമുക്ക് ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ലിമിറ്റുകൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതല്ലാതെ പിന്നെ കുറെ കണ്ടിന്യൂറ്റിന്റെ റൂൾസ് ഒക്കെ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഈ 9 റൂൾസ് നമ്മൾ ഓർത്തിരുന്നാൽ മതി. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഇവാലുവേറ്റ് ദ ഫോളോവിങ് ലിമിറ്റ്സ്. ഫസ്റ്റ് വൺ ലിമിറ്റ് n tends to infinity 3n plus 1 into n minus 2 divided by n into n plus 3. Second question limit n tends to infinity sine of pi n divided by 2n plus 1. Third question limit n tends to infinity 3n square minus 2n plus 1 divided by n into n plus 1 minus n into n plus 2 divided by n plus 1 into n plus 3 all square. നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. നമ്മൾ ഈ പഠിച്ച പ്രോപ്പർട്ടികളെല്ലാം അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം.
നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി തന്നെ എഴുതാം. അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കോഷ്യൻ റൂൾ അറിയായിരുന്നു. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn എന്ന് പറയുന്നത് എന്തായിരുന്നു, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അല്ലെ. ഇതെന്തായാലും n ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇത് 0 ആവുമോ, n ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 0 ആവുമോ, അതൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഇതിനെ നമ്മൾ മാറ്റി എഴുതാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഇവിടുന്നും n കോമൺ ആയിട്ട് എടുക്കാം. ഇവിടുന്ന് n എടുക്കുക, ഇവിടുന്ന് n എടുക്കുക. അപ്പൊ നമുക്ക് ടോട്ടൽ n² കിട്ടും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n². നമ്മൾ ഇവിടുന്ന് n എടുത്തു, ഇവിടുന്ന് n എടുത്തു. അപ്പൊ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് n² ആയി. അപ്പൊ ബാക്കി ഇവിടെ എന്താ 3 ഉണ്ടാവും. ഇവിടുന്ന് n എടുക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ 1/n കൊടുത്തു. ഇനി ഇവിടെ അതുപോലെ n എടുത്തു കഴിഞ്ഞാൽ 1 ഉണ്ടാവും. ഇവിടെ n ഇല്ലാത്തതുകൊണ്ട് 2/n എന്ന് എഴുതാം. അതുപോലെ താഴേന്നും ഒരു n² പുറത്തേക്ക് എടുക്കുക. n² പുറത്തെടുത്താൽ ബാക്കി എന്തുണ്ടാവും, ഇവിടെ 1, ഇവിടെ n ഇല്ലാത്തതുകൊണ്ട് 3/n വരും. അത് നമ്മുടെ സീക്വൻസ് ഇങ്ങനെയായി. ഇനി എന്ത് ചെയ്യാ, അപ്പൊ നമുക്ക് n² കൂടെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ഇനി നമ്മൾ നോക്കുക, ഈ ലിമിറ്റിനെ നമ്മൾ ലിമിറ്റ് ദി സീക്വൻസ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് ദി സീക്വൻസ് എന്ന് എഴുതാൻ പറ്റണമെങ്കിൽ n ടെൻസ് ടു ഇൻഫിനിറ്റി ഈ വാല്യൂ എന്താവണം, 0 ആവരുത്. അതുപോലെ n 0 കൊടുക്കുമ്പോൾ bn എന്ന് പറയുന്നതും 0 ആവരുത് എന്നാ പറഞ്ഞേക്കണം. അപ്പൊ അത് എന്തായാലും 0 ആവില്ലല്ലോ. n ഇൻഫിനിറ്റി കൊടുത്താൽ ഇതിന്റെ വാല്യൂ എന്താ വരിക, 3/ഇൻഫിനിറ്റി 0 വരും. ഇവിടെ 1 ഉണ്ട്, അപ്പൊ അത് കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് ആ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 + 1/n into 1 - 2/n divided by limit n ടെൻസ് ടു ഇൻഫിനിറ്റി 1 + 3/n വരും. നമുക്ക് ഇവിടെ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. അപ്പൊ അതിനെങ്ങനെ എഴുതാം, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 + 1/n into ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 - 2/n divided by ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 + 3/n. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3/n. നമുക്ക് 3 കോൺസ്റ്റന്റ് പുറത്തെടുത്തിട്ട് 1/n ഇങ്ങനെ എഴുതാം. ആ റൂളും കൂടെ നമ്മൾ ഇവിടെ യൂസ് ചെയ്തു. ഏതൊക്കെ റൂളുകളാണെന്ന് നമ്മൾ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതി വെച്ചു. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ 3 + 1/n നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 പ്ലസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ആയിരിക്കും. അപ്പൊ അതിന്റെ വാല്യൂ നമ്മൾ ജസ്റ്റ് എഴുതുന്നേ ഉള്ളൂ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 എന്ന് പറയുന്നത് എന്താ, 3 തന്നെയായിരിക്കും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ 3 + 0 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 എന്ന് പറയുന്നത് 1, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2/n എന്ത് വരും, 2 കോൺസ്റ്റന്റ് എടുത്തിട്ട് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും, 1/n ലിമിറ്റ് 0 ആയി. അപ്പൊ ഇങ്ങനെ വരും. ഇനി ഇവിടുത്തെ അതുപോലെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 3 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n എന്താ, 0 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ വരിക. അപ്പൊ 3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 വരും. ലിമിറ്റ് എന്ത് കിട്ടി, 3. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന പ്രോപ്പർട്ടീസ് ആയതുകൊണ്ട് ഞാനിത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാത്ത, ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയ പോലെ ഇവിടെയും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാവുന്നതാണ് മേലെ. അപ്പൊ നമുക്ക് ഒത്തിരി വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ആ സ്റ്റെപ്പുകളെല്ലാം എഴുതുക. നമുക്ക് ഓൾറെഡി അറിയാന്ന് വിചാരിച്ച് മനക്കണക്കായിട്ട് ചെയ്യരുത്, സ്റ്റെപ്പുകളൊന്ന് ജസ്റ്റ് എഴുതാം. അപ്പൊ ഇതാണ് ഇതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി sin πn ഡിവൈഡഡ് ബൈ 2n + 1. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക്
ഡയറക്റ്റ് ഒരു സീക്വൻസ് അല്ല, ഒരു ഫംഗ്ഷനും ഒരു സീക്വൻസും ആ ഫോമിലാണുള്ളത് അല്ലേ. അപ്പൊ ഇവിടെ സൈൻ എന്ന് പറയുന്നത് നമുക്ക് എഫ് ആയിട്ട് എടുക്കാം, സൈൻ എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കാം, എ എന്ന് പറഞ്ഞ സീക്വൻസ് ഏതായിട്ട് എടുക്കാം, ഇതിനുള്ളിലുള്ള സീക്വൻസ്. അപ്പൊ ആദ്യം ആ സീക്വൻസിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം അതിന്റെ സീക്വൻസിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പം പ്രോപ്പർട്ടീസ് ഓഫ് സീക്വൻസ് വെച്ചിട്ട് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ഈ സീക്വൻസിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. πn/2n+1ന്റെ ലിമിറ്റ് എന്തുവരും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, നമ്മൾ മേലെ നിന്ന് താഴെ ഓരോ n പുറത്തെടുക്കാം. n പുറത്തെടുത്താൽ ഇവിടെ പൈ കിട്ടും, ഇവിടെ ഒരു n പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എന്ത് കിട്ടും? 2+1/n ഉണ്ടാവുള്ളൂ അല്ലേ. ഇപ്പൊ ഈ n കട്ട് ചെയ്തു. അപ്പൊ നമ്മൾ ഈ സീക്വൻസിന്റെ ലിമിറ്റ് ഇങ്ങനെയായി മാറി. ഇനി നമ്മൾ n ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? π/2+1/n ലിമിറ്റ് 0. അപ്പൊ π/2 എന്ന് വരും. അപ്പൊ ഞാൻ ലിമിറ്റ് ഡയറക്റ്റ് ചെയ്തതാണ് കേട്ടോ. കാരണം എന്താ? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n എന്ന് പറയുന്നത് 0 ആണ്. ആ വാല്യൂ നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തത്. അപ്പൊ ഈ a എന്ന് പറഞ്ഞ സീക്വൻസിന്റെ ലിമിറ്റ് π/2 ആണ്. അപ്പൊ π/2 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? നമുക്ക് ആ റൂൾ അപ്ലൈ ചെയ്യാം. എത്രാമത്തെ റൂളായിരുന്നു? 5th റൂൾ അപ്ലൈ ചെയ്യാം നമുക്ക്. അപ്പൊ നമ്മളിവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആയിട്ട് എടുക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. സൈൻ എക്സ് എന്ന് പറയുന്നത് ഓൾവേസ് കണ്ടിന്യൂസ് ആണ് അല്ലേ. Then f is a continuous function on the set of all real numbers. On the set of all real numbers. അപ്പൊ π/2 കണ്ടിന്യൂസ് ആയിരിക്കും അല്ലെ. Hence by properties of limits we get limit n tends to infinity sin πn/2n+1 equal to limit n tends to infinity. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് അല്ലെ എക്സിന് പകരം സീക്വൻസ് എഫ് ഓഫ് πn/2n+1 എഴുതി കൂടെ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് ലിമിറ്റ് n tends to infinity πn/2n+1 എഴുതാം. നമ്മൾ ഈ ലിമിറ്റ് കണ്ടുപിടിച്ചല്ലോ. ആ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, അതെന്തായിരുന്നു? π/2. അപ്പൊ എഫ് ഓഫ് π/2 എന്ന് എഴുതാം. എഫ് ഓഫ് π/2 എന്താണ്? സൈൻ π/2. സൈൻ π/2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. എളുപ്പത്തിൽ കിട്ടിയില്ലേ? അല്ലാതെ നമ്മളിവിടെ n ഇൻഫിനിറ്റി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കിട്ടും, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിങ്ങനെ ഈ ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലിമിറ്റ് n tends to infinity 3n² - 2n+1 divided by n into n+1 minus n into n+2 divided by n+1 into n+3 all square. അപ്പോൾ നമ്മൾ ഇതിന്റെ ലിമിറ്റ് കാണുന്നതിന് മുന്നായിട്ട് ഓൾ സ്ക്വയറിന്റെ ലിമിറ്റ് കാണണ്ടേ. അപ്പൊ സ്ക്വയർ കാണാതെ ഈ സീക്വൻസിന്റെ മാത്രം ലിമിറ്റ് നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ സീക്വൻസിന്റെ മാത്രം ലിമിറ്റ് ആദ്യം കാണാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്വയറിന്റെ ലിമിറ്റ് കാണാം. അപ്പൊ അതേ സീക്വൻസിന്റെ ലിമിറ്റ് നമുക്ക് കാണാം. വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കിതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ലിമിറ്റ് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ലിമിറ്റ് n tends to infinity 3n² - 2n+1 divided by n into n+1 minus limit n tends to infinity n into n+2 divided by n+1 into
ഇനി ഇക്വേഷനിൽ നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും n² വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഈ ടൈമിന് n² വെച്ച് ഡിവൈഡ് ചെയ്താൽ ഫസ്റ്റ് ടൈമിൽ n² ഡിവൈഡ് ചെയ്യുമ്പോൾ 3 മാത്രമേ ഉള്ളൂ. ഇവിടെ n² വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/n ആവും. ഇത് n² വെച്ച് 1/n². അടുത്ത ഇവിടെ താഴെ നമ്മളിതിൽ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതിയാലും മതി. അപ്പോൾ ഇതിൽ n² വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഒരു n പുറത്തേക്ക് എടുക്കാം. n² വെച്ച് ഡിവൈഡ് ചെയ്താൽ ബാക്കി 1 + 1/n² ഉണ്ടാവും. ഇനി 1/n കേട്ടോ, ഇവിടെ ഓൾറെഡി n പുറത്തുണ്ടല്ലോ. ഇനി അടുത്ത ടൈം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ n² വെച്ച് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ബാക്കി ഇവിടെ എന്താ n ഓൾറെഡി ഉണ്ട്, ഇതിൽ n കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 1ഉം 2/n. ഇനി ഇവിടെ n² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരു n എടുത്തു, ഇവിടുന്ന് ഒരു n എടുത്താൽ നമുക്ക് n² കിട്ടുമല്ലോ. ബാക്കി ഇവിടെ ഉണ്ടാവുക 1 + 1/n ഉം ഇവിടെ ഉണ്ടാവുക 1 + 3/n ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ ചെയ്ത പോലെ n² പുറത്തേക്ക് എടുത്തിട്ട് അത് കട്ട് ചെയ്ത് അങ്ങനെ ചെയ്താലും മതി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇനി ലിമിറ്റ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാലോ. ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. നമുക്ക് 1/n ലിമിറ്റ് അറിയാം, 1/n² ലിമിറ്റ് അറിയാം. കാരണം നമ്മൾ 9th പ്രോപ്പർട്ടി ഒക്കെ വെച്ചിട്ട് 1/n² ലിമിറ്റ് എന്താണ്? അതും 0 ആണ്. 1/n ലിമിറ്റും 0 ആണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 3. ഇത് 0 ആവും, ഇതും 0 ആവും. ഇവിടെ 1 3/1, ഇത് 0 ആവും. അപ്പോൾ 3/1 ഇവിടുത്തെ ടൈം മൈനസ് ഇവിടുത്തെ ടൈം 1 വരും. 2/n ലിമിറ്റ് 0, ഇവിടെ 1 വരും, ഇവിടെയും 1 വരും. 1/n ലിമിറ്റും 3/n ലിമിറ്റും 0. അപ്പോൾ നമുക്ക് ഇതാണ് ആൻസർ വരിക. 3 - 1 എന്ന് വരും. 3 - 1 എന്ന് പറയുന്നത് 2 കിട്ടും. കാരണം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n² എന്ന് പറയുന്നതും 0 ആണ്. അപ്പൊ അതാണ് നമ്മൾ ഇവിടേക്ക് അപ്ലൈ ചെയ്തത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്മളിപ്പോ ഈ സീക്വൻസിന്റെ ലിമിറ്റ് കണ്ടുപിടിച്ചിട്ടുള്ളൂ. നമുക്ക് ഹോൾ സ്ക്വയറിന്റെ സീക്വൻസിന്റെ ലിമിറ്റ് ആണ് നമുക്ക് കാണേണ്ടത്, അല്ലെ? അപ്പൊ അത് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് ഈ സീക്വൻസിന്റെ ലിമിറ്റ് കിട്ടി. ഇനി നമ്മൾ ആ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. ലെറ്റ് f(x) = x² ആക്കി എടുക്കാം. നമുക്കറിയാം x² കണ്ടിന്യൂസ് അല്ലേ? x² എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്. then f is a continuous function for all real numbers. അപ്പൊ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഈ സീക്വൻസിന്റെ ഹോൾ സ്ക്വയറിന്റെ ലിമിറ്റ് നമുക്ക് കാണാം. അതിനെ എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി f(3n² - 2n + 1/n into n + 1 minus n into n + 2 divided by n + 1 into n + 3 എഴുതാം. നമുക്ക് ഹോൾ സ്ക്വയറിന് വരാണ് നമ്മൾ f എന്ന് പറഞ്ഞ എഴുതിയത്, അല്ലേ? അപ്പോൾ നമുക്ക് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ സീക്വൻസിന്റെ ലിമിറ്റ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? പ്രോപ്പർട്ടി വെച്ചിട്ട് f ഓഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3n² - 2n + 1 divided by n into n + 1 minus n into n + 2 divided by n + 1 into n + 3. അപ്പോൾ നമുക്ക് ഈ ലിമിറ്റ് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. ആ ലിമിറ്റ് എന്തായിരുന്നു? 2. അപ്പോൾ f(2) എന്ന് കിട്ടും. f എന്ന് പറയുന്നത് എന്താ? x² ആണ്. f എന്ന് പറയുന്നത് x² ആണ്. അപ്പൊ നമുക്ക് f(2) എന്ന് പറയുന്നത് എന്ത് വരും? 2² വരും. which is equal to 2² which is equal to
2 സ്ക്വയർ എന്താണ് 4. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ.